നമസ്കാരം. പതിരും കതിരും. ഡാഡിയും മമ്മിയും വീട്ടിലില്ലാത്ത സമയത്ത് കാമുകനെ ഫോൺ ചെയ്തു, വേഗം വാടാ. അപ്പോൾ കാമുകൻ പറഞ്ഞു, ഇപ്പോഴല്ലേ നിന്റെ വീട്ടിൽ നിന്നും ഞാൻ ഇങ്ങോട്ട് പോന്നത്. അപ്പോൾ കാമുകി പറഞ്ഞു, അയ്യോ, വീണ്ടും നിന്നെയാണോ ഞാൻ വിളിച്ചത്. കഥയിലെ കാമുകിക്ക് കാമുകന്മാരെ ഇങ്ങനെ മാറി മാറി വിളിക്കാം. പക്ഷേ CPM വീണ്ടും വീണ്ടും പിരിവിന് കയറി വരാൻ നമ്മുടെ വീടുകളേ ഉള്ളൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് സ്പെഷ്യൽ ഫണ്ട് പിരിവെന്നും പറഞ്ഞ് സഖാക്കൾ രസീതുമായി ഇറങ്ങി ഉദാരമായി ജനങ്ങളെ പിരിച്ചത്. പിന്നീട് വയനാട് ദുരന്തമുണ്ടായപ്പോൾ വലിപ്പച്ചെറുപ്പം നോക്കാതെ സകല മനുഷ്യരിൽ നിന്നും സർക്കാരും പാർട്ടിയും പല രീതിയിൽ പിരിവെടുത്തു. ഇപ്പോൾ പിന്നെയും ഒരു ചുവന്ന ബക്കറ്റ് ഹൃദയപൂർവ്വം നമുക്ക് നേരെ നീളുകയാണ്. CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ഫണ്ട് ശേഖരണമാണ് ലക്ഷ്യം. എത്രയോ കാലമായി ആ ചുവന്ന ബക്കറ്റ് നമുക്ക് നേരെ ഒന്ന് നീണ്ടു വന്നിട്ട്. പാർട്ടി കൂടുതൽ ജനകീയവും ഹൃദയപക്ഷവുമാകണമെങ്കിൽ ബക്കറ്റുമായി ഇറങ്ങണം. ബക്കറ്റ് പിരിവിന് കാരണമായി ഗോവിന്ദൻ മാഷ് പുറപ്പെടുവിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ഫെഡറലിസവും ശക്തമായ വെല്ലുവിളി നേരിടുകയാണ്. ഇതിനെതിരെ പാർട്ടി ജനങ്ങളെ അണിനിരത്തി പൊരുതുകയാണ് പോലും. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികൾ നേരിടാൻ കഴിയുന്ന സംവിധാനങ്ങളുമായി ഒരു പാർട്ടി ഓഫീസ് വേണം. എന്ന് പറഞ്ഞാൽ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള ഒരു കമ്മിറ്റി ഓഫീസ്. അതുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയോടും ഫെഡറലിസത്തോടും ശക്തമായി പൊരുതാൻ പറ്റും. പുറത്ത് പടക്കം പൊട്ടിയാലും അകത്തുള്ളവർ കേൾക്കാത്ത തരത്തിലാകണം നിർമ്മിതി. അതിനുവേണ്ടിയാണ് ഹുണ്ടിക പിരിവ്. പിരിവിനിറങ്ങുന്നവർ സ്വന്തം പോക്കറ്റിൽ നിന്നും ഒരു 500-ൻ്റെ 4 നോട്ടുകൾ ബക്കറ്റിലിടും. ബക്കറ്റ് സുതാര്യമായതുകൊണ്ട് നമുക്കത് കാണാം. അപ്പോൾ സ്വാഭാവികമായും അഭിമാനബോധമുള്ളവർ കുറഞ്ഞത് 100 രൂപയെങ്കിലും ഇട്ടുകൊടുക്കും. അപ്പോൾ ഇതുവരെ AKG സെൻറ്ററിലിരുന്ന് നിങ്ങൾ പൊരുതിയ പൊരുതലൊന്നും ശരിയായില്ലേ സഖാവേ? ഈ പിരിവ് കാണുമ്പോൾ സ്വാഭാവികമായും ജനത്തിന് ഒരു സംശയം വരും. AKG സെൻറ്റർ ആകാശം മുട്ടി ചെങ്കൊടി പാറിച്ചു നിൽക്കുമ്പോൾ എന്തിനാണ് പിന്നെയും ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ്? അമേരിക്കയിൽ ചെന്നപ്പോൾ പിണറായി വിജയനെ പരിചയപ്പെടുത്തിയത് കേരളത്തിലെ ഏറ്റവും മൂല്യമുള്ള ബ്രാൻഡ് എന്ന് പറഞ്ഞാണ്. അവിടെ പാർട്ടിയുടെ പേര് പറഞ്ഞാൽ പിടിച്ചകത്താക്കും. ഇതേ അവസ്ഥയിലാണ് CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസ്. അവിടെ ബോർഡ് വെക്കാൻ കഴിയില്ല. ആ കാരണം അറിയുമ്പോഴാണ് ഒരു വലിയ വഞ്ചനയുടെയും ചതിയുടെയും കൊടിയാണല്ലോ അവിടെ പാറുന്നതെന്ന്. 1977 EMS നമ്പൂതിരിപ്പാട് അന്നത്തെ മുഖ്യമന്ത്രിയായ AK ആൻ്റണിയോട് ഇത്തിരി മണ്ണ് കടം ചോദിച്ചു. AKGയുടെ സ്മാരകമായി ഒരു പഠന ഗവേഷണ കേന്ദ്രം തുടങ്ങുക എന്നതായിരുന്നു ലക്ഷ്യം. മഹാമനസ്കനായ അറക്കൽ പറമ്പിൽ ആൻ്റണി 35 സെൻറ്റ് ഭൂമി പാർട്ടിക്ക് വിട്ടുകൊടുത്തു. പൗരപ്രമുഖരും ഗവേഷകരും അടങ്ങിയ AKG സ്മാരക സമിതിയുടെ പേരിൽ നൽകിയിരിക്കുന്ന ഈ ഭൂമി ക്രമേണ പാർട്ടി നേതാക്കൾ മാത്രമടങ്ങിയ ഒരു ട്രസ്റ്റായി മാറി. കുളപ്പുള്ളി അപ്പൻ്റെ ട്രസ്റ്റ് പോലെ. ഗവേഷണ സ്ഥാപനം എന്ന പേരിൽ കെട്ടിട നികുതിയിലും വൈദ്യുതി നിരക്കിലും അവർ ഇളവ് നേടി. കാകനിരിക്കാൻ കമ്പ് കൊടുത്ത അവസ്ഥയിലായി. പിന്നെ ചുറ്റുമുള്ള വസ്തുക്കൾ കൂടി പാർട്ടി അപഹരിച്ചെടുക്കാൻ തുടങ്ങി. സംഗതി നിയമപ്രശ്നമായി. എങ്കിലും AKGയോടും EMSനോടും ആദരവുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളൊന്നും അതൊരു പ്രശ്നമാക്കാൻ പോയതേയില്ല. കാരണം CPMകാരുടെ സ്വഭാവമല്ലല്ലോ അവർക്ക്. ചുരുക്കത്തിൽ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉപയോഗിക്കാവുന്ന പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാനെന്ന വാദമുയർത്തി ചുളുവിൽ 35 സെൻറ്റ് കൈക്കലാക്കി പാർട്ടി അവിടെ ഒരു കെട്ടിടം നിർമ്മിച്ചു. പിന്നത് പാർട്ടി ഓഫീസായി. 91-ൽ നായനാർ സർക്കാർ വന്നപ്പോൾ ഭൂമിക്കും കെട്ടിടത്തിനും നികുതി ഇളവ് നൽകി. ഇന്ന് പാർട്ടി നേതാക്കൾ പള്ളി കൊള്ളുന്നതും പാർട്ടിയുടെ ആസ്ഥാനമായി ഉപയോഗിക്കുന്നതുമായ സ്ഥാപനത്തിന് നികുതി ഇളവ് ഉണ്ടെന്നോർക്കണം. ആരെങ്കിലും ഗവേഷണത്തിന് എന്ന് പറഞ്ഞ് അവിടെ കയറി ചെന്നാൽ പാർട്ടി അവരെ കഷണമാക്കും. ഒന്നാലോചിച്ച് നോക്കൂ. സർവ്വചട്ടങ്ങളും ലംഘിച്ച് കോൺഗ്രസ് സർക്കാർ ദാനം നൽകിയ ഭൂമിയിൽ കെട്ടിടം പണിത് കൊടി പാറിക്കുന്ന ഈ പാർട്ടിയാണ് ധാർമ്മികതയെപ്പറ്റിയൊക്കെ പറയുന്നതും കോൺഗ്രസ് മുക്ത കേരളം സ്വപ്നം കാണുന്നതും. ഡൽഹിയിലെ തെരുവീഥികളിലൂടെ വെയിലത്ത് നടന്നുപോയ AKGയെ കാറിൽ കയറ്റി കൊണ്ടുപോവുക മാത്രമല്ല, പാർട്ടിക്ക് മന്ദിരം പണിയാൻ ദില്ലിയിലെ കണ്ണായ സ്ഥലത്ത് ഭൂമി നൽകിയത് ജവഹർലാൽ നെഹ്റുവിൻ്റെ നല്ല മനസ്സാണ്. AKG സെൻറ്റർ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഈ ഭൂമിക്കും കെട്ടിടത്തിനും കൂടി 100-150 കോടിയിലേറെ വില വരും. ഇപ്പോൾ പുതിയ കെട്ടിടം പണിയുന്നത് AKG സെൻറ്ററിൻ്റെ എതിർവശത്താണ്. അതിനും വേണം കോടികൾ. ഒരർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന് ബക്കറ്റ് നീട്ടേണ്ട ഒരാവശ്യവും ഈ പാർട്ടിക്കില്ല. പെയിൻറ്റിങ് മുതൽ കട്ടിളവെപ്പ് വരെ ഫ്രീ ആയി ചെയ്തു കൊടുക്കാൻ എത്രയോ മുതലാളിമാരാണ് പിണറായി വിജയൻ്റെ മുമ്പിൽ ദാസ്യവുമായി നിൽക്കുന്നത്. എന്നിട്ടും അവർ പാവം ജനങ്ങളെ മറക്കുന്നില്ലല്ലോ.
നമ്മളെ കൂടെ ഈ കെട്ടിട നിർമ്മാണത്തിൽ പങ്കാളികളാക്കാൻ അവർ കാണിക്കുന്ന നല്ല മനസ്സിന് അഭിവാദ്യങ്ങൾ. ഗോവിന്ദൻ മാഷ് പറയുന്നത് വർത്തമാനകാല വെല്ലുവിളികളെ ചെറുക്കാൻ സൗകര്യത്തോടെ വേണം പുതിയ കെട്ടിടം പണിയാൻ എന്നാണ്. എന്ന് വെച്ചാൽ ആരെങ്കിലും വെല്ലുവിളിയുമായി ചെന്നാൽ അവിടെ ഇരുന്ന് മിസൈൽ അയക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുമെന്ന് സാരം. പാർട്ടിക്ക് പുതിയ കെട്ടിടം വരുമ്പോഴേക്കും കെട്ടിടത്തിനുള്ളിലാകും പിന്നെ പാർട്ടി. പുറത്ത് അണികളുണ്ടാകില്ല. പുറത്തു നടക്കുന്നത് ഒന്നും അറിയാതെ അവിടെ അങ്ങനെ നമുക്ക് സുഖിച്ച് പാർട്ടി പ്രവർത്തനം നടത്തണം.